നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നടൻ സലീം കുമാർ നിര്യാതനായി. കേരളം ക്ഷേമത്തിൽ 1-ാം സ്ഥാനം, കടത്തിൽ 11-ാമത്. കേന്ദ്ര കടം 200 ലക്ഷം കോടി കടന്നു. റോഡിൽ തല്ലുണ്ടാക്കിയാൽ ഗുണ്ടായി ആകില്ല. 6 കാപ്പ ഫയലുകൾ തള്ളി എറണാകുളം കളക്ടർ. മെട്രോ യാത്ര ആരോഗ്യത്തിനും ഗുണകരം. 15 വരെ മിനിറ്റ് അധിക വ്യായാമം ലഭിക്കുമെന്ന് പഠനം. കുക്കർ വിസടിച്ചപ്പോൾ കഞ്ചാവ് മണം. പോലീസ് ചോറിൽ കൈയിട്ട് പരാതിയപ്പോൾ 400 ഗ്രാം കഞ്ചാവ് അറസ്റ്റ്. ധവളപത്രത്തിന്റെ പേരിൽ അധ്യാപക തസ്തിക കുറയും. ഭാവിയിൽ സ്കൂളുകളും അടച്ചേക്കും. MG സെനറ്റിൽ 30-ൽ 19 പേരും സംഘപരിവാറുകാർ. കാവ്യവൽക്കരണത്തിന്റെ വിമർശനം പോലുമില്ലാത്ത മന്ത്രി. കോക്രോക്കച്ചസ് പ്രതിഷേധം ജന്തർ മന്ദിറിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മെട്രോ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ആരോഗ്യത്തിന് ഉത്തമെന്ന് പഠനം. മെട്രോ യെല്ലോ ലൈൻ റൂട്ടിലെ പതിവ് യാത്രക്കിടയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സംഘം നടത്തിയ പഠനത്തിലാണ് മെട്രോ തീവണ്ടിയിലെ ആശ്രയിക്കുന്നവർക്ക് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ വ്യായാമം ലഭിക്കുമെന്ന് കണ്ടെത്തിയത്. ദിവസം 10 മുതൽ 15 മിനിറ്റ് വരെ അധിക വ്യായാമം മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് ലഭിക്കുന്നു. വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം നടക്കേണ്ടി വരുന്നത് അടക്കമുള്ള കാരണത്താലാണ് അധിക ശാരീരിക അധ്വാനം വേണ്ടി വരുന്നത്. സ്റ്റേഷൻ വരെ സ്വകാര്യ വാഹനത്തിൽ വന്നിട്ട് മെട്രോ തീവണ്ടിയിൽ കയറുന്നവർക്കും കുറച്ചു ദൂരം സ്റ്റേഷനുകളിൽ നടക്കേണ്ടി വരും. അതിനാൽ ഇവർക്കും ഇതൊരു വ്യായാമമാണ്. മെട്രോയിൽ യാത്ര ചെയ്യുന്നവരിൽ കൂടുതൽ പേർക്കും ഇന്ന് തന്നെ യാത്ര ചെയ്യേണ്ടി വരും. ഇതിനും പരിമിതമെങ്കിലും കുറച്ച് ശാരീരിക അധ്വാനം വേണം. എല്ലാ സ്റ്റേഷനുകളിലും ലിഫ്റ്റ് യന്ത്രം പടിയുണ്ടെങ്കിലും ഇവയ്ക്ക് പകരം പടിക്കെട്ട് കയറാൻ ശ്രമിച്ചാൽ അതുവഴിയും അധികം വ്യായാമം ലഭിക്കും. പഠനത്തിന്റെ ഭാഗമായി സർവേയിൽ പങ്കെടുത്ത ഒട്ടുമിക്കവർക്കും ഇത് മുമ്പ് ഇത്തരത്തിൽ വ്യായാമം ലഭിച്ചിരുന്നെന്ന് അഭിപ്രായപ്പെടുന്നു. ദിവസം 10-15 മിനിറ്റ് വ്യായാമം ലഭിക്കുന്നതിൽ ആഴ്ചയിൽ 5 ദിവസം മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് 50 മുതൽ 73 മിനിറ്റ് അധിക വ്യായാമം ലഭിക്കും. അന്തരീക്ഷ മലിനീകരണം ഇരുചക്ര വാഹനത്തിലും ബസ്സിലും യാത്ര ചെയ്യുന്നവരെ ബാധിക്കുന്നത് പോലെ മെട്രോ യാത്രക്കാരെ ബാധിക്കുന്നില്ല. ഇതും ആരോഗ്യത്തിന് ഗുണകരമാണ്. ഗതാഗതക്കുരുക്കിൽപ്പെടാത്തതിനാൽ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ മെട്രോ യാത്ര സഹായിക്കും. ഇതിലൂടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുമെന്നതും മെട്രോ യാത്രക്കാർക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. മലയാളി പ്രേക്ഷകരെ കൊടുകൂടി ചിന്തിപ്പിച്ച നടൻ സലീം കുമാർ വിടവാങ്ങി. 56 വയസ്സായിരുന്നു. അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കായിരുന്നു അന്ത്യം. നേരത്തെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സലീം കുമാർ ദീർഘകാലമായി അസുഖ ബാധിതനായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യവേളയിൽ വേഷങ്ങളിൽ തിളങ്ങിയ സലീം കുമാർ സ്വഭാവ വേഷങ്ങളിലും തന്മയത്തോടുള്ള അഭിനയ മികവ് തെളിയിച്ചിരുന്നു. 1996-ൽ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു സലീം കുമാറിന്റെ സിനിമ അരങ്ങേറ്റം. 2006-ൽ അച്ഛനുറങ്ങാതെ വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീം കുമാർ അർഹനായി. 2011-ൽ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ 320-ലധികം കഥാപാത്രങ്ങളെയാണ് സലീം കുമാർ എന്ന അഭിനേതാവ് അവിസ്മരണീയമാക്കിയത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ ഉൾപ്പെടെ 3 സിനിമകളിൽ സംവിധായകൻ എന്ന നിലയിലും കയ്യൊപ്പ് പതിപ്പിച്ചു. കറുത്ത ജൂതന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. കറുത്ത ജൂതന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് സലീം കുമാറായിരുന്നു. കേരളം വലിയ കടക്കെണിയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണെന്ന പ്രതീതി സൃഷ്ടിക്കുന്നവർക്ക് കേന്ദ്ര കടം 200 ലക്ഷം കോടി കടന്നതിൽ ഒരു വ്യാകുലതയുമില്ല. നടപ്പുവർഷം അവസാനത്തോടെ കേന്ദ്ര കടം 218 ലക്ഷം കോടി എത്തുമെന്നാണ് ബജറ്റിൽ പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം ഇത് 200 ലക്ഷം കോടിയായിരുന്നു. ഒറ്റ വർഷം 18 ലക്ഷം കോടിയുടെ വർധന. കേന്ദ്ര കടവും GDP-യുമായുള്ള അനുപാതം 56%. കേരളത്തിലേത് 35.5%. UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ തന്നെ പറയുന്നു 34% താഴെ എത്തിയെന്ന റിപ്പോർട്ടുമുണ്ട്. സംസ്ഥാനങ്ങളുടെ GSDP കടം അനുപാതമെടുത്താൽ നിലവിൽ 11ാമതാണ് കേരളം. ആകെ കടത്തിന്റെ കാര്യത്തിൽ 10ാമതും. ഏറ്റവും ഉയർന്ന GSDP കടം അനുപാതം അരുണാചൽ പ്രദേശിലാണ്, 57%. പഞ്ചാബിൽ 47%, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ 45%. ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, ആന്ധ്ര, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, സിക്കിം സംസ്ഥാനങ്ങളും കേരളത്തിന് മുകളിലാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും കേരളത്തിന്റെ കടം ഇരട്ടിയായി വർദ്ധിക്കുന്നുണ്ടെങ്കിലും 10 വർഷത്തെ LDF ഭരണത്തിൽ ഇത് മാറി.
2016 കേരളത്തിന്റെ കടം GSDP അനുപാതം 27.36% 2019-20 20% കുറിച്ചിരുന്നു. എന്നാൽ കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക മുരടിപ്പാണ് വീണ്ടും ഉയരാൻ ഇടയാക്കിയത്. 2020-21 38% കടം അനുപാതം 5 വർഷം കൊണ്ട് 34%-ലേക്ക് താഴ്ത്തിയതും LDF സർക്കാരാണ്. ക്ഷേമകാര്യത്തിലാണെങ്കിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണ്. വിവിധ കേന്ദ്ര ഏജൻസികളുടെ തന്നെ സർവേ വെളിവാക്കുന്ന കാര്യമാണിത്. കൂടുതൽ കടം കോൺഗ്രസ് BJP സംസ്ഥാനങ്ങൾക്ക് ഉത്തർപ്രദേശ് 8-6 ലക്ഷം കോടി, മഹാരാഷ്ട്ര 8 ലക്ഷം കോടി, കർണാടക 7 ലക്ഷം കോടി, പശ്ചിമ ബംഗാൾ 7 ലക്ഷം കോടി, തമിഴ്നാട് 6 ലക്ഷം കോടി, തമിഴ്നാട് 6.9 ലക്ഷം കോടി, ആന്ധ്രാപ്രദേശ് 5 ലക്ഷം കോടി, ഗുജറാത്ത് 4.9 ലക്ഷം കോടി, മധ്യപ്രദേശ് 4.8 ലക്ഷം കോടി, കേരളം 5.1 ലക്ഷം കോടി, രാജസ്ഥാൻ 5.2 ലക്ഷം കോടി, ഹരിയാന 3 ലക്ഷം കോടി, ബീഹാർ 3 ലക്ഷം കോടി, ആസാം 1 ലക്ഷം കോടി, ഛത്തീസ്ഗഡ് 1 ലക്ഷം കോടി, ഒഡീഷ 1 ലക്ഷം കോടി, ജാർഖണ്ഡ് 1 ലക്ഷം കോടി. റോഡിൽ തല്ലുണ്ടാക്കിയാൽ ഗുണ്ടയാകില്ല, 6 കാപ്പ ഫയലുകൾ തള്ളി എറണാകുളം കളക്ടർ. താൽക്കാലിക പ്രകോപനത്തിൽ റോഡിൽ കയ്യേറ്റം ചെയ്തെന്ന പേരിൽ ആളുകളെ പെട്ടെന്ന് ഗുണ്ടകളാക്കി മാറ്റുന്ന പോലീസ് നടപടിക്കെതിരെ എറണാകുളം കളക്ടർ G. പ്രിയങ്ക ചെറിയ അടിപിടി കേസുകൾ പോലും കാപ്പ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചുമത്താനുള്ള പോലീസ് ശുപാർശകൾ കളക്ടർ മടക്കി. ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ട 6 ഫയലുകളാണ് കളക്ടർ തള്ളിയത്. ഈ വർഷം ജനുവരി മുതൽ 31 വരെ 42 പേരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനാണ് കൊച്ചി സിറ്റി റൂറൽ പോലീസ് മേധാവിമാർ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രമുഖ ഗുണ്ടാ സംഘങ്ങളെ പൂട്ടാൻ കർശന നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ പോലീസ് നൽകിയ പട്ടിക കൃത്യമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കളക്ടർ തയ്യാറായി. ഇതിൽ 12 പേരുടെ ഫയലുകൾ സംശയം തോന്നിയതിനെ തുടർന്ന് ജില്ലയിലെ ഓഫീസറുടെ പരിശോധനയ്ക്ക് വിട്ടു. ഇതിൽ 6 പേർക്കെതിരെ നിലവിൽ ഗൗരവമുള്ള കേസുകളില്ലെന്നും അതിനാൽ കാപ്പ ചുമത്താൻ കഴിയില്ലെന്നും നിയമോപദേശം ലഭിച്ചതോടെയാണ് ഇവ തള്ളിയത്. ബാക്കി 6 ഫയലുകൾ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. 30 പേർ ജയിലിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഗുണ്ടാ നിയമം. നിയമപ്രകാരം അറിയപ്പെടുന്ന ഗുണ്ട അറിയപ്പെടുന്ന റൗഡി എന്നിവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമായി കളക്ടർക്ക് അധികാരമുണ്ട്. ഇതനുസരിച്ച് ഈ വർഷം റൂറൽ മേഖലയിൽ നിന്നുമായി 30 പേരെ കളക്ടർ ജയിലിലടച്ചു. ആരൊക്കെയാണ് ഗുണ്ടകൾ? കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം താഴെ പറയുന്ന ഗുണ്ട റൗഡി പട്ടികയിൽ ഉൾപ്പെടുത്താം. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഒരു തവണയെങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുള്ളവർ, ഒന്നിലധികം തവണ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, വ്യാജ വാറ്റ്, കള്ളനോട്ട്, മണൽ വാരൽ, ഹവാല, വ്യാജ CD നിർമ്മാണം എന്നിവയിൽ ഏർപ്പെടുന്നവർ, ക്വട്ടേഷൻ സംഘങ്ങൾ, വന്യജീവി വേട്ടക്കാർ, ബ്ലേഡ് പലിശക്കാർ, പൊതുമേഖലാ സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നവർ. പയ്യന്നൂർ കോളേജ് അധ്യാപകനും കവിയുമായ പ്രൊഫസർ AC ശ്രീഹരി അന്തരിച്ചു. പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് അധ്യാപകനും കവിയും എഴുത്തുകാരനുമായിരുന്ന പ്രൊഫസർ AC ശ്രീഹരി 56 അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. വെള്ളിയാഴ്ച രാത്രി പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് പയ്യന്നൂരിലെ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. AC ശ്രീഹരിയുടെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. ദീർഘകാലം പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന AC ശ്രീഹരി കഴിഞ്ഞ 30 ദിവസമായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. സർവീസിൽ നിന്ന് ദിവസങ്ങൾക്ക്
പകമുള്ള അദ്ദേഹത്തിന്റെ വേർപാട് സാംസ്കാരിക ലോകത്തെയും നാടിനെയും കടുത്ത ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ മികച്ച കവിതകൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ പാഠപുസ്തകങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് NN കക്കാട് പുരസ്കാരം, VT കുമാരൻ പുരസ്കാരം, വയലോപ്പള്ളി പുരസ്കാരം തുടങ്ങിയ പ്രമുഖ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പയ്യന്നൂരിനടുത്ത് ആലപ്പറമ്പിൽ 1969 നവംബർ 24 ജനനം. AC ദാമോദരൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിന്റെയും മകനാണ്. പയ്യന്നൂർ കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദവും കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നാണ് MPhil ബിരുദം പൂർത്തിയാക്കിയത്. അധ്യാപകൻ എന്ന നിലയിലും വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായും അദ്ദേഹം സംഗീതക്കെയാണ് ഭാര്യ. മകൻ AC ശ്രീഹർഷൻ. നീറ്റ്, CBSE പരീക്ഷാ ക്രമക്കേടുകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ പരസ്യ പ്രതിഷേധം നടത്തി. ഡൽഹി പോലീസ് ഔദ്യോഗികമായി അനുമതി നൽകിയിരുന്ന നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പോലീസിന്റെ അനുമതി പത്രം ലഭിച്ചത്. ഇതോടെ പ്രതിഷേധ സ്ഥലത്തേക്ക് അണികൾ നേരിട്ടെത്തി. പരീക്ഷാ വീഴ്ചകളിൽ പ്രധാന ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രതിഷേധകർ മുഖ്യമായി ഉന്നയിച്ചത്. ഇന്ന് രാവിലെ US-ൽ നിന്നും ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപികയുമായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് സമാധാനപരമായി പ്രതിഷേധം നടത്തുമെന്ന ഉറപ്പിന്മേലാണ് പോലീസ് അനുമതി നൽകിയത്. നേരത്തെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അനുമതി വാങ്ങാനായിരുന്നു പാർട്ടി തീരുമാനിച്ചിരുന്നതെങ്കിലും പോലീസ് അനുമതി മുൻകൂട്ടി ലഭ്യമാക്കിയതോടെ പ്രവർത്തകർ നേരിട്ട് ജന്തർ മന്ദറിലേക്ക് എത്തണമെന്ന് പാർട്ടി വക്താവ് സൗരവ് ദാസ് X-ലൂടെ അറിയിച്ചിരുന്നു. പുസ്തകവും ത്രിവർണ പതാകയുമായി സമരത്തിനെത്തണമെന്ന് ദീപക് ട്വീറ്റ് ചെയ്തു. കരുണയുടെയും കൃതജ്ഞതയുടെയും അടയാളമായി സമർപ്പിക്കണം. SFI, ISA ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ പ്രതിഷേധം പൂർണ്ണമായും ഭരണഘടനാപരമായും സമാധാനപരമായും പ്രതിഷേധിക്കാൻ എത്തുന്നവർ കൈകളിൽ ഒരു പുസ്തകവും ദേശീയ പതാകയും കരുതുക. ഡൽഹിയിലെത്തിയ ശേഷം അഭിജിത്ത് ദീപിക പ്രതികരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നരേന്ദ്രമോദി രാജി ആവശ്യപ്പെട്ടാണ് കോക്രോച്ച് എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിനെ രാജി ആവശ്യപ്പെട്ടാണ് കോക്രോച്ചസ് സ്വയം വിശേഷിപ്പിക്കുന്ന യുവാക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. നീറ്റ്, CBSE പരീക്ഷകളിലെ അപാകതകൾ മൂലം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാണ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്, നടൻ പ്രകാശ് രാജ് എന്നിവരും വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും BJPയുടെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറുമൊരു സോഷ്യൽ മീഡിയ പാരഡി പേജായി തുടങ്ങി ആഴ്ചക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയ CJPയുടെ തെരുവിലെ ആദ്യ ശക്തി പ്രകടനമായി ഇന്നത്തെ ജന്തർ മന്ദർ പ്രതിഷേധം. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ 6 വരിപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും നിരോധനം നടപ്പാക്കി തുടങ്ങി. നേരത്തെ നിരോധനമുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് കർശനമാക്കുന്നത്. നടപടികൾ തുടങ്ങിയെന്നും ഘട്ടം ഘട്ടമായി ബൈപ്പാസിലെ എല്ലാ പോയിന്റുകളിലും വിലക്ക് നടപ്പാക്കുമെന്നും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ അറിഞ്ഞു. ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതായിരിക്കും മുൻഗണന. 19-ന് മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്, അത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല.
ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. KSEB പൊതുമേഖലയിൽ തന്നെ നിർത്തി വൈദ്യുത ഉൽപാദന രംഗം കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള മാർഗരേഖ ബജറ്റിലുണ്ടാവും. മുൻ സർക്കാർ നീട്ടിവെച്ച ആ ബാധ്യത ഏറ്റെടുത്താൽ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കാനാവാതെ വരും. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണം. ചെലവ് മാറ്റിവെക്കാൻ മാത്രമേ സാധിക്കൂ. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ധവളപത്ര നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്നും സൂചനയുണ്ട്. ധവളപത്രത്തിന്റെ പേരിൽ അധ്യാപക തസ്തിക കുറയും. ഭാവിയിൽ സ്കൂളുകൾ അടച്ചേക്കും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്കൂൾ അധ്യാപകരെ പുനർവിന്യസിക്കണമെന്ന് സർക്കാർ ധവളപത്രം. സ്കൂളുകളുടെയും അധ്യാപകരുടെയും എണ്ണം കൂടുതലും വിദ്യാർത്ഥികൾ കുറവുമെന്ന പ്രതിസന്ധി ഏറെക്കാലമായി സംസ്ഥാനത്തെ അലട്ടുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞ് അധ്യാപകർ തൊഴിൽ നഷ്ട ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ശുപാർശ. തൊഴിൽ സംരക്ഷണത്തിനായി നിലവിലുള്ളവരെ പുനർവിന്യസിച്ചാൽ പുതിയ അധ്യാപക നിയമനം കുറയും. കാലാവധി തീരുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും തുടർന്നുള്ള നിയമനം ഉറപ്പില്ല. അതിനാൽ ഈ അധ്യയന വർഷം സ്കൂൾ അധ്യാപകരുടെ തസ്തിക നിർണയം ഇക്കാര്യത്തിൽ നിർണായകമാകും. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു വരുന്നതാണ് സ്ഥിതി. 2024-25 അധ്യയന വർഷം 36.43 ലക്ഷം കുട്ടികളുണ്ടായിരുന്നു. 2025-26 35.34 ലക്ഷമായി. പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നവരുടെ എണ്ണം കുറയുന്നതാണ് പ്രധാന പ്രവണത. 2025-26 അധ്യയന വർഷം സർക്കാരിൽ 84,627 പേരും എയ്ഡഡിൽ 1,49,849 പേരുമായി 2.34 ലക്ഷം. ഈ അധ്യയന വർഷം 3.1 ലക്ഷം പേർ 1-ാം ക്ലാസ്സിൽ ചേർന്നതായി മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞെങ്കിലും 6-ാം പ്രവൃത്തി ദിനത്തിലെ കൃത്യമായ കണക്ക് വരൂ. കുക്കർ വിസ്തരിച്ചപ്പോൾ കഞ്ചാവ് മണം. പോലീസ് ചോറിൽ കൈയിട്ട് വരാതിപ്പോൾ 400 ഗ്രാം കഞ്ചാവ് അറസ്റ്റ്. കുക്കറിലെ ചോറിൽ കഞ്ചാവ് ഒളിപ്പിച്ച യുവാവ് പിടിയിൽ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് അടുപ്പുട്ടി സ്വദേശിയായ തെക്കിങ്ങൽ വീട്ടിൽ ബിനീഷിനെ തൃശൂർ പോലീസ് പിടികൂടിയത്. ബിനീഷിന്റെ വീട്ടിൽ കഞ്ചാവ് ഉണ്ട് എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. കുന്നംകുളം പോലീസും ഡാൻസ് ഓഫ് സംഘവുമാണ് പരിശോധനയ്ക്കെത്തിയത്. പോലീസ് വീട്ടിലെത്തി എന്ന് മനസ്സിലാക്കിയ ബിനീഷ് 400 ഗ്രാം കഞ്ചാവ് കുക്കറിനുള്ളിൽ വെക്കുകയും തുടർന്ന് അരി അതിന് മുകളിലിട്ട് അടുപ്പിൽ വെക്കുമായിരുന്നു. പോലീസ് എല്ലായിടത്തും പരിശോധന നടത്തിയെങ്കിലും കഞ്ചാവ് കണ്ടെത്താനായില്ല. ഇതിനിടയിലാണ് അടുക്കളയിൽ നിന്നും അരി തിളച്ച് കുക്കർ വിസടിച്ചത്. കുക്കറിൽ നിന്ന് പുറത്തു വന്നാട്ടെ കഞ്ചാവിന്റെ ഗന്ധവും. തുടർന്ന് പോലീസ് സംശയം തോന്നുകയും കുക്കർ തുറന്ന് പരിശോധിക്കുമായിരുന്നു. നേരത്തെയും സമാനമായ കേസിൽ ബിനീഷ് കേസുകളിൽ പ്രതിയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്.